ടച്ചിങ് ടൂൾ കിറ്റിനകത്തുള്ള അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഫൈനലൈസ് ആണ്. ഇതിലെ ആദ്യത്തെ ആക്ഷൻ ലിക്വിഫൈ ആണ്. ഓപ്പൺ ഇൻ ലിക്വിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഫൈ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ലിക്വിഫിക്കേഷൻ ചെയ്യാം. ഏത് തരത്തിലുള്ള ലിക്വിഫിക്കേഷൻ ആണോ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സ്മാർട്ട് ഫിൽറ്റർ ലെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ലിക്വിഫൈ ഡബിൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഈസി ആയിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ മാസ്ക് ഉണ്ട്, മാസ്കിനകത്തും മാറ്റങ്ങൾ വരുത്താം. നോക്കുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത് ഫൈനലൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് റാസ്റ്ററൈസ് ചെയ്ത് വെക്കാവുന്നതുമാണ്. അടുത്തത് ഫൈനൽ ഷാർപ്പൻ ആണ്. നമ്മൾ ഇമേജ് സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപയോഗിക്കാം. ഫൈനൽ ഷാർപ്പൻ ലെയർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡീറ്റെയിൽ ഇൻക്രീസ് ചെയ്യുന്ന കേർവ്സ് ലെയർ കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡീഷണലി ടെക്സ്ചർ വേണമെങ്കിൽ അവിടെ മാത്രം പെയിൻറ് ചെയ്ത് കൊടുത്ത് അഡീഷണൽ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടെക്സ്ചറിൻ്റെ എമൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ടെക്സ്ചർ എമൗണ്ട് കുറയ്ക്കാം, ഡീറ്റെയിൽ എമൗണ്ട് കുറയ്ക്കാം. അതുപോലെ തന്നെ കൂടുതൽ വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫൈനൽ ഷാർപ്പൻ ഉപയോഗിക്കാം.